നമസ്കാരം. പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ നവ്യ എങ്ങനെയെങ്കിലും അനഘയെ രക്ഷിക്കണം എന്നുള്ള ചിന്തയിൽ തന്നെയാണ് കേട്ടോ. അതേസമയം ആദർശനും നയനയ്ക്കുമൊക്കെ സംശയം തോന്നുന്നുണ്ട്. നവ്യേച്ചി തന്നെയാണോ ഇനിയിപ്പം അനഘയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആളെ വിട്ടിരിക്കുന്നത്? സരോവരം ഹോസ്പിറ്റലിലുള്ള ആളെ കുറിച്ചിട്ട് നവ്യേച്ചി വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെയാവാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു സംശയം അവർക്ക് വരികയാണ്. അങ്ങനെയാണെങ്കിൽ പല ചോദ്യങ്ങൾക്കും ഉത്തരമാവുമെന്ന് അവർക്ക് മനസ്സിലാകുകയാണ്. കാരണം CCTV വിഷ്വലിൽ കണ്ട പെൺകുട്ടി, ആ പെൺകുട്ടിയാണ് നവ്യേച്ചി വിളിച്ചതെങ്കിൽ എന്തായാലും അവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാകുകയും ആ നമ്പറിൽ നിന്ന് തന്നെ ആണ് കോളുകളെല്ലാം ആദർശിന് വന്നത് എന്ന് അറിയുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആകെ എല്ലാത്തിലും നവ്യയ്ക്കൊരു പങ്കുണ്ട് എന്ന് മനസ്സിലാകുകയാണ്. അതിനിപ്പം നല്ല പങ്കാണോ ചീത്ത പങ്കാണോ എന്നുള്ള രീതിയിൽ മാത്രം ചിന്തിച്ചാൽ മതി. അനഘയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണോ നവ്യ കാര്യങ്ങൾ അന്വേഷിക്കുന്നതെന്നും അതോ അനഘയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതും. അപ്പം അതിനായിട്ട് ആദർശും നയനയും ഒക്കെ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. നന്ദുവിൻ്റെ സഹായത്തോടെ അത് കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ വേറൊരു ട്വിസ്റ്റ് വരുന്നത്, അബി പല കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം എങ്ങനെയെങ്കിലും അനഘയുടെ വായിൽ നിന്ന് ആ സത്യങ്ങളൊന്നും പുറത്തു വരരുതെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അബി അതിനായിട്ട് ചില കാര്യങ്ങളൊക്കെ നീക്കുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ അബി ചിന്തിക്കുന്ന പല കാര്യങ്ങളും വഴി അനഘയെ അപായപ്പെടുത്താൻ ശ്രമിക്കുക. അത് ആദർശം നയനയൊക്കെ അറിയുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നയന ആദർശിനോട് പറയുന്നുണ്ട്, ഇന്നൊരു സംഭവം ഉണ്ടായി ആദർശേട്ടാ എന്ന് പറയുക. അപ്പോൾ ആദർശ് നോക്കി, എന്താ അത്? നവ്യേച്ചി ഉണ്ടല്ലോ, നവ്യേച്ചി അവിടെ ഇരിക്കുമ്പം അമ്മയും ഞാനും കൂടി അനഘയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. അനഘയ്ക്ക് ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടെന്നും ഉടനെ തന്നെ സംസാരിക്കാനൊക്കെ തുടങ്ങും എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചപ്പോഴേക്കും ഉടനെ തന്നെ നവ്യേച്ചി വല്ലാതെ ദേഷ്യപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ ഇനി അവളെ ആ കൊച്ചിനെയും കൂടെ ഇവിടെ കൂടെ താമസിപ്പിക്കുക, ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ള ലക്ഷ്യമല്ലേ നിങ്ങൾക്കുള്ളതെന്ന് ചോദിച്ചു. അബിയേയും എന്നെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കുകയാണ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോവുക ചെയ്തത് എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതിലൊന്നും വലിയ അത്ഭുതം പറയാനില്ല. നമ്മി നേരത്തെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പെരുമാറിക്കൊണ്ടിരുന്നത്, നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ എന്ന് പറയുക. അപ്പം നയന പറയുന്നുണ്ട്, അതൊക്കെ നോർമലാണ്, നവ്യേച്ചി അങ്ങനെ പെരുമാറുള്ളൂ എന്ന് നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞതാ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. നവ്യേച്ചിയുടെ കാര്യത്തിൽ നമുക്ക് ചില സംശയങ്ങളൊക്കെ ഇല്ലേ? സരോവര ഹോസ്പിറ്റലിൽ കഴിയുന്ന അനഘയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അറിയണമെന്നായിരിക്കണമല്ലോ നവ്യേച്ചി ആരോടോ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നത്. അത് അമ്മ കേൾക്കുകയും ചെയ്തല്ലോ. അങ്ങനെയുള്ളപ്പം ഇതുമായിട്ട് എന്തോ കണക്ഷൻ നവ്യേച്ചിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, തീർച്ചയായും നവ്യയ്ക്ക് അതിൽ കണക്ഷനുണ്ട്. സരോവരം ഹോസ്പിറ്റലിൽ ആരുടെയും ആരോഗ്യസ്ഥിതി നോക്കണം എന്ന് നവ്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനഘയുടെ തന്നെയായിരിക്കും, അല്ലാതെ മറ്റാരും അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിട്ടൊന്നും നമുക്കറിയില്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ നവ്യയ്ക്ക് അനഘയുമായിട്ടൊരു കണക്ഷനുണ്ട്. അതിനി നന്മയ്ക്ക് വേണ്ടിയാണോ തിന്മയ്ക്ക് വേണ്ടിയാണോ എന്ന് മാത്രമേ നമുക്ക് കണ്ടെത്താനുള്ളൂ എന്ന് പറയാം. ശരിയാണ്, ആരെയായിരിക്കും നവ്യേച്ചി വിളിച്ച് സംസാരിച്ചിട്ടുണ്ടാവുക? അവിടെ ചെന്ന ആ പെൺകുട്ടിയെ തന്നെയാണ് നവ്യേച്ചി വിളിച്ച് സംസാരിച്ചതെങ്കിൽ CCTV ദൃശ്യങ്ങളിൽ നമുക്ക് കിട്ടിയ ആ പെൺകുട്ടിയോട് തന്നെയാണ് നവ്യേച്ചി സംസാരിച്ചതെങ്കിൽ അവർ തമ്മിൽ ഏതോ കണക്ഷൻ ഉണ്ട്. നവ്യേച്ചി അനഘയുടെ കാര്യത്തിൽ നന്നായിട്ട് ഇടപെടുന്നുണ്ട്, എന്നിട്ട് നമ്മുടെയൊക്കെ മുമ്പിൽ നാടകം കളിക്കുന്നത് തന്നെയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, അത് ശരിയാണ്, നവ്യ നാടകം കളിക്കുകയാണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. ഒന്നെങ്കിൽ അബിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും അനഘയുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടി നവ്യ ശ്രമിക്കുന്നത്. കാരണം അബി ഈ കുരുക്കിൽ നിന്ന് അബിയെ എങ്ങനെയെങ്കിലും പുറത്ത് ചാടിക്കണ്ടേ. അപ്പം അനഘയുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം അബിയെ അറിയിക്കുന്നുണ്ടോയെന്നും അതുവഴി ഒരു നീക്കം നടത്തുന്നുണ്ടോയെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം അനഘയുടെ കാര്യത്തിൽ മുത്തശ്ശൻ വളരെയധികം താല്പര്യം എടുത്തിട്ടുണ്ട്. അനഘയ്ക്ക് നല്ല സെക്യൂരിറ്റിയാണ് ഹോസ്പിറ്റലും കൊടുക്കുന്നത്. അബിയുടെ ഭാഗത്തു നിന്നൊരു ചതിയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുത്തശ്ശന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് മുത്തശ്ശൻ അങ്ങനെ ചെയ്യുന്നത്. അതും മനസ്സിലാക്കിയ അബി ഇനിയിപ്പോൾ തൻ്റെ കൊട്ടേഷൻ സംഘങ്ങളെ കൊണ്ടൊന്നും കാര്യം സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് സ്വന്തം ഭാര്യയെ തന്നെ ഏർപ്പാടാക്കിയതാണോ? അവൾ ഒന്നും അറിയാത്ത രീതിയിൽ അവളുടെ ഒരു ഫ്രണ്ടിനെയോ മറ്റോ വീട്ടിൽ കാര്യങ്ങൾ അന്വേഷിപ്പിക്കുകയോ അനഘയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയോ മറ്റോ ചെയ്യുകയാണോ എന്ന് ആദർശ് പറയുമ്പം നയന പറയുന്നുണ്ട്, ഏയ് അങ്ങനൊന്നും ആയിരിക്കില്ല ആദർശേട്ടാ, ഒരിക്കലും നവ്യേച്ചി അത്രയൊന്നും കടന്ന് ചിന്തിക്കുകയില്ല. എത്രയൊക്കെ ആണെങ്കിലും നവ്യേച്ചി ഒരാളെ ഇല്ലായ്മ ചെയ്യാനൊന്നും ചിന്തിക്കുന്ന ആളല്ല എന്ന് പറയാനും ആദർശ് പറയുന്നുണ്ട്. കാര്യങ്ങൾ നമുക്കറിയാം, എന്തായാലും സേവിയറിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്.
CCTV വിഷ്വൽസിലുള്ള പെൺകുട്ടിയുടെയും അതുപോലെ അനഘയുടെ നമ്പറും നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. അതുപോലെ നവ്യയുടെ നമ്പറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നവ്യ ആരെയാണ് സ്ഥിരമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതെന്നും സരോവരം ഹോസ്പിറ്റലിനെ കുറിച്ച് ആരോടാണ് സംസാരിച്ചതെന്നും മനസ്സിലാക്കിയാൽ ഇതിനൊരു വ്യക്തത വരും. CCTVയിൽ കണ്ട പെൺകുട്ടി നവ്യയോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരു വ്യക്തത വരും. അങ്ങനെ ആയിക്കഴിയുമ്പോൾ നമുക്ക് നവ്യയോട് തന്നെ കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാമെന്ന് പറയാം. അപ്പം ഉടനെ നയന പറയുന്നുണ്ട്, വേണ്ട ആദർശേട്ടാ, ഉടനെ ഒന്നും നവ്യേച്ചിയോട് കാര്യങ്ങൾ ചോദിക്കാൻ പോകണ്ട. കാരണം നവ്യേച്ചി എന്തൊക്കെയോ മനസ്സിൽ വെച്ച് പെരുമാറുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ആവശ്യമില്ലാത്ത ഒരു ദേഷ്യമാണോ ചിന്തിക്കുന്നതെന്നും ഇനി അബിയെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നവ്യേച്ചിക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നും എനിക്ക് സംശയമുണ്ടെന്ന് പറയാം. അപ്പോൾ ഉടനെ ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ നിൻ്റെ വെറും സംശയങ്ങൾ മാത്രമാണ്. ഒരിക്കലും നവ്യയ്ക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. നവ്യയുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. അവൾ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ അബിയെ കുത്തിനു പിടിച്ച് വെളിയിൽ ഇറക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഇപ്പം അങ്ങനെ ഒരു പൊട്ടിത്തെറിയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നവ്യ ഇതൊന്നും തൽക്കാലം അറിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ബാക്കി സേവ്യറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാം എന്ന് പറയാണ്. അതിനുശേഷം ദേവയാനിയും നയനയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ ദേവയാനി നയനയോട് പറയുന്നുണ്ട് ചന്തുമോളുടെ കാര്യമൊക്കെ. ചന്തുമോളിപ്പം അവിടെ അനഘയുടെ അടുത്ത് എങ്ങനെയാണോ ഇവിടെയായിരുന്നപ്പോൾ ആ കുട്ടിയെ ഞാൻ താഴെ വയ്ക്കാതെ കൊണ്ട് നടന്നതാ. ഇഷ്ടം പോലെ ഭക്ഷണവും എല്ലാം കൊടുത്ത് ഞാൻ കൊണ്ട് നടന്നതാ. പക്ഷേ ഇപ്പോൾ അവിടെ നേരം വണ്ണം ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ? ഹോസ്പിറ്റലൊക്കെ അല്ലേ എന്ന് പറയാം. അപ്പോൾ നയന പറയുന്നുണ്ട്, അതൊന്നും അമ്മ പേടിക്കണ്ടമ്മേ, ചന്തുമോളെ നോക്കാനും അവിടെ ഓമന ചേച്ചി ഉണ്ടല്ലോ, നന്നായിട്ട് നോക്കിക്കോളും, ഒരു പ്രശ്നവുമില്ല. ഞാൻ അവിടെ ചെന്നപ്പം ആ കുട്ടി ഇവിടെ നിൽക്കുന്നതിന് സന്തോഷമായിട്ടാണ് നിന്നത്. അതിൻ്റെ സ്വന്തം അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഇവിടെ നിന്നാൽ ഉണ്ടാവില്ല എന്ന് പറയണം. അപ്പം ദേവയാനി പറയുന്നുണ്ട്, ശരിയാ, അതങ്ങനെയേ ഉണ്ടാവുള്ളൂ. സ്വന്തം അമ്മയുടെ അടുത്ത് നിൽക്കുന്ന സന്തോഷം എന്തായാലും ഉണ്ടാവില്ലല്ലോ. പിന്നെ നിന്നെ ചന്തുമോള് സ്വന്തം അമ്മയായിട്ട് തന്നെയല്ലേ കണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പം നയന പറയാ, അതെ, ഞാനവിടെ ചെന്നപ്പോഴും ചന്തുമോൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഓടി വന്ന് എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്ത്. നയനാമ്മ ഉടനെ പോകണ്ടെന്ന് പറഞ്ഞു. അതുപോലെ അമ്മയെക്കുറിച്ചിട്ടൊക്കെ ചോദിച്ചു കേട്ടോ എന്ന് പറയുമ്പം ഇത് കേട്ടുകൊണ്ട് നവ്യ അവിടെ നിൽക്കുക. നവ്യക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. നവ്യ പറയാ, വീണ്ടും വീണ്ടും അവളുടെ കാര്യം തന്നെ ഈ സംസാരിക്കുന്നത്. അവൾക്ക് ആരോഗ്യ പുരോഗതി ഉണ്ടായി. ഇനിയിപ്പം നടന്നെടുത്ത് സംസാരിച്ച് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഇങ്ങ് താമസിപ്പിക്കാമല്ലോ. എന്നെ അബിയും കൂടെ പുറത്താക്കുകയും ചെയ്യാം. അതായിരിക്കും എല്ലാവരുടെയും ഉദ്ദേശം. ചന്തുമോളുടെ സ്വന്തം അമ്മയുടെ അടുത്ത് അവള്, അപ്പം സ്വന്തം അച്ഛൻ്റെ അടുത്ത് നിന്ന് അങ്ങ് മാറിപ്പോയില്ലേ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും ദേവയാനി പറയാ, അല്ല നവ്യ എന്താ പറഞ്ഞത്? ആദർശിന് ഇതിലൊരു പങ്കുമില്ല എന്നുള്ള കാര്യം അറിയാലോ. ആദർശിൻ്റെ കുഞ്ഞല്ല ചന്തുമോള് എന്നുള്ള കാര്യവും. പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്? ആദർശിൻ്റെ കുഞ്ഞല്ല ചന്തുമോള് എന്നുള്ള കാര്യം ആര് പറഞ്ഞു? അത് സ്ഥിരീകരിക്കാത്ത കാര്യമല്ലേ. DNA ടെസ്റ്റോ മറ്റോ നടത്തിയോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു DNA ടെസ്റ്റ് നടത്ത്. DNA ടെസ്റ്റ് നടത്തി സത്യം തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ആരാ കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛനെന്നറിയാം. ഇനി യഥാർത്ഥ അച്ഛനെ കിട്ടിയില്ലേലും ആദർശേട്ടൻ്റെ തലയിൽ നിന്ന് അതങ്ങ് ഊരിപ്പോകുമല്ലോ. അതിനിവിടെ എന്താ ആരും സമ്മതിക്കാത്തത്? അപ്പോൾ ഉടനെ തന്നെ നയന പറയാ, അതിനാരാ സമ്മതിക്കാത്തത്? ആർക്കും ഇവിടെ സമ്മതക്കുറവൊന്നുമില്ല. പിന്നെ ആദർശേട്ടനെ എനിക്ക് ലേശ സംശയവും ഇല്ല. പിന്നെ ഇക്കാര്യത്തിലേ ഈ DNA ടെസ്റ്റിൻ്റെ കാര്യത്തിൽ അതൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ചിലരൊക്കെ ചിലപ്പം അങ്ങ് പെട്ടുപോകും. അതുകൊണ്ട് തന്നെയാണ് അത് നടത്താത്തത് എന്ന് പറയാം. അപ്പോൾ ഉടനെ നവ്യ ചീറ്റിക്കൊണ്ട് ചെല്ലുകയാണേ. ആര് പെട്ടുപോകുന്ന കാര്യം നീ പറയുന്നത്? ആരും പെടാനൊന്നുമില്ല. അബിയെ ഉദ്ദേശിച്ചാണോ നീ പറഞ്ഞത്? അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. DNA ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ ഞാനും കണ്ടതാ. ഇനിയിപ്പോൾ കൂടുതലൊന്നും സംസാരിക്കേണ്ടതതിനെ എന്ന് പറയാണ്. ശരി ചേച്ചി, ഞങ്ങൾ തർക്കിക്കാനും സംസാരിക്കാനും ഒന്നും വേണ്ടി നിന്നതല്ല. ചേച്ചി തന്നെയല്ലേ ഇങ്ങോട്ട് ഇങ്ങനെയൊക്കെ കിടന്ന് പറഞ്ഞത് എന്നൊക്കെ പറയുക. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് സേവ്യർ ആദർശിനെ വിളിക്കുകയാണ് കേട്ടോ. ആദർശ് ഫോൺ എടുക്കുമ്പം സേവ്യർ പറയാണ്, ആദർശ് സാറേ, ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട് ഈ സ്റ്റോറിയിൽ കേട്ടോ എന്ന് പറയാണ്. അപ്പോൾ ആദർശിന് ആകാംക്ഷയാകുക. ആദർശ് ചോദിക്കുക, എന്താ സേവ്യറെ, സത്യം എന്താണെന്ന് വെച്ചാൽ പറ. അതെ, സത്യം എന്താണെന്ന് വെച്ചാൽ നവ്യയുടേതെന്ന് പറഞ്ഞ് നിങ്ങൾ തന്ന നമ്പറിൽ നിന്ന് ഒരു നമ്പറിലേക്ക് സ്ഥിരമായിട്ട് കോളുകളും മെസ്സേജുകളും ഒക്കെ പോകാറുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതേത് നമ്പറില്ല, അതൊരു നമ്പർ ആളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫോട്ടോയും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല. CCTVയിലുള്ള പെൺകുട്ടിയാണോ അതെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷെ ഒരു പെൺകുട്ടിയുടേത് തന്നെയാണ്. അതിലേക്ക് നിരന്തരമായിട്ട് പല മെസ്സേജുകളും അയച്ചിട്ടുണ്ട് നവ്യ.
കോളുകളും സ്ഥിരം പോകാറുണ്ട്. അന്ന് നിങ്ങൾ ഈ പറഞ്ഞ സമയത്ത് സരോവര ഹോസ്പിറ്റലിനെ കുറിച്ച് ചോദിച്ചു എന്ന് പറയുന്ന സമയത്ത് നവ്യ വിളിച്ചിരിക്കുന്നത് ഈ പെൺകുട്ടിയാണ് എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ആ പെൺകുട്ടിയും നമ്മൾ CCTV കണ്ട പെൺകുട്ടിയും ഒന്ന് തന്നെ ആയിരിക്കുമെന്ന് പറയാം. അപ്പോഴേക്കും സേവിയർ പറയാൻ ഏതായാലും ആദർശം നേരിട്ടൊന്ന് വാ, നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാം. മാത്രമല്ല നന്ദുവിനോട് കൂടി പറയാം. നന്ദു ഒരു പോലീസ് ഓഫീസറല്ലേ, നന്ദുവിനും കുറേയൊക്കെ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അറിയാൻ പറ്റും നവ്യയെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ, ഈ കേസിൻ്റെ ഇടയിൽ നവ്യ എങ്ങനെയാണ് കിടന്ന് കളിക്കുന്നതെന്നുള്ള കാര്യങ്ങളും എന്ന് പറയാണ്. അങ്ങനെ സേവിയറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ആദർശ്. പോകുന്ന വഴി നന്ദുവിനെ കൂട്ടിക്കൊണ്ടാണ് കേട്ടോ ആദർശ് പോകുന്നത്. നന്ദുവിനോട് ചെന്ന് ആദർശ് പറയുന്നുണ്ട്, നന്ദു എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാം. നന്ദു ചോദിക്കുക എന്താ ആദർശ് ഏട്ടാ, എന്ത് ഹെൽപ്പ് ചെയ്യണമെന്ന് ഈ പറയുന്നത്? അത് നവ്യയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് എന്ന് പറയുമ്പം നന്ദു ചോദിക്കുക നവ്യയെക്കുറിച്ച് എന്ത് കാര്യങ്ങൾ അറിയാനാ? അല്ല, നവ്യ ചില കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് ഒരു സംശയമുണ്ട് എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് എന്ത്? അപ്പോൾ പറയാം അബിയുടെ കുഞ്ഞാണ് ചന്തുമോള എന്നുള്ള കാര്യം നവ്യ അറിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് നല്ല സംശയമുണ്ട്. നവ്യ അനഘയെക്കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ആനയോ നിരന്തരമായിട്ട് ഫോൺ ചെയ്യുന്നുണ്ട്, മെസ്സേജുകൾ അയക്കുന്നുണ്ട്. കുറച്ച് നാളായിട്ട് തുടങ്ങിയതാണ് ഈ പണി. അതിലെന്താണ് നവ്യയുടെ ഉദ്ദേശം എന്ന് നമുക്കറിയില്ല. പല കോളും മെസ്സേജും ഒരു നമ്പറിലേക്കാണ് പോയിരിക്കുന്നത്, അത് സേവിയർ പറഞ്ഞു. മാത്രമല്ല ആ നമ്പറിൽ നിന്നുള്ള മെസ്സേജുകളാണ് നമുക്ക് പല പ്രാവശ്യവും കിട്ടിയിരിക്കുന്നത്. അന്ന് ആ സ്വർണം കടത്തിൻ്റെ സമയത്ത് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയ നമ്പർ അതാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും നമുക്ക് ഹെൽപ്പായിട്ട് വന്നിരിക്കുന്ന നമ്പറിലേക്കാണ് നവ്യ സ്ഥിരം വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സത്യം കൂടെ സേവിയർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പം നന്ദു പറയാ അത് നല്ലൊരു ടേണിംഗ് പോയിൻ്റ് ആണല്ലോ. അപ്പോൾ നവ്യേച്ചിയാണോ നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്നത്? അങ്ങനെ പല സ്ഥലത്തും അങ്ങനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ അത് നവ്യേച്ചിയാണോ? ജ്വല്ലറിക്കാർക്കെതിരെയൊക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ ആ മാളവികയെ വധിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്തും ഇൻഫർമേഷൻ വന്നത് ആ നമ്പറിൽ നിന്നല്ലേ. നയനിയെ പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്തും ഇൻഫർമേഷൻ കിട്ടിയത് ആ നമ്പറിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ നവ്യേച്ചിയും ആ നമ്പറിലുള്ള ആളുമായിട്ട് എന്താണ് റിലേഷൻ? നവ്യേച്ചി കൂടി അറിഞ്ഞിട്ടാണോ നമ്മളെ ഈ കാര്യത്തിലൊക്കെ സഹായിച്ചുകൊണ്ടിരുന്നത്? ആദർശ് പറയാനാ അതിലൊരു വ്യക്തതയില്ല നന്ദു, അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നീ കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാം. നന്ദു പറയാം തീർച്ചയായിട്ടും ഞാൻ ഹെൽപ്പ് ചെയ്യാം. നവ്യേച്ചി അങ്ങനെ ഒരു രഹസ്യം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടെത്തണമല്ലോ എന്ന് പറയണം. എന്നാൽ ശരി വാ, നമുക്ക് സേവിയറിൻ്റെ അടുത്ത് പോയി ബാക്കി വിവരങ്ങളും കൂടി അറിയാമെന്ന് പറയാം. അങ്ങനെ നന്ദുവും ആദർശും കൂടി സേവിയറിൻ്റെ അടുത്തേക്ക് പോവാണ്. സേവിയറിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോഴേ സേവിയർ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ്. സേവിയർ പറയുന്നുണ്ട് കണ്ടോ, മിക്കപ്പോഴും പല പ്രാവശ്യങ്ങളിലായിട്ട് നവ്യ ഈ നമ്പറിലേക്ക് മെസ്സേജുകൾ അയക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. അതൊരു പെൺകുട്ടിയുടെ അഡ്രസ്സാണ് എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ സേവിയർ പറയുന്നുണ്ട് ഈ അഡ്രസ്സ് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ CCTVയിലുള്ള പെൺകുട്ടി അത് തന്നെയാണോ എന്നറിയണമെങ്കിൽ ആ കുട്ടിയെ നമ്മൾ നേരിട്ട് കാണുക തന്നെ ചെയ്യണമെന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട് അതൊന്നും വലിയ പ്രശ്നമില്ല സേവിയറെ, നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കാം, അതിനൊന്നും പ്രശ്നമില്ല എന്ന് പറയാം. അപ്പോഴേക്കും ആദർശ് വീണ്ടും ചോദിക്കുക അപ്പോൾ സേവിയറെ ഞാനൊരു സംശയം കൂടി ചോദിക്കട്ടെ, അന്ന് നമുക്ക് പല ഇൻഫർമേഷനും ഈ നമ്പറിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നവ്യ തന്നെ ആയിരിക്കും ഈ നമ്പറിലേക്ക് വിവരങ്ങൾ അറിയിച്ച് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ തന്നുകൊണ്ടിരുന്നത് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ സേവിയർ പറയുക തീർച്ചയായിട്ടും ആയിരിക്കാൻ സാധ്യതയുണ്ട്, അല്ലാതെ പിന്നെ ആ നമ്പറുമായിട്ട് ഇത്രയധികം കോണ്ടാക്റ്റിൻ്റെ ആവശ്യമില്ല എന്ന് പറയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട് അപ്പോൾ നവ്യേച്ചി ഒരു കില്ലാടി തന്നെയാണല്ലോ. ജ്വല്ലറിക്കാരിൽ നിന്ന് വിവരങ്ങൾ പലതും അറിഞ്ഞിട്ട് അത് ആദർശനെ അറിയിച്ചിരിക്കുന്നത് നവ്യേച്ചി തന്നെയാണെന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോഴേക്കും ആദർശം പറയുന്നുണ്ട് ശരിയാ, എന്നാലും നവ്യയോട് ഇത് നേരിട്ട് ചോദിച്ചാൽ അറിയാൻ പറ്റും, പക്ഷെ അതിപ്പോൾ ചോദിക്കേണ്ടെന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട് വേണ്ട, നവ്യേച്ചിയോട് നേരിട്ട് ചോദിച്ചാൽ ഒരിക്കലും നവ്യേച്ചി ഇത് സമ്മതിച്ച് തരില്ല. നവ്യേച്ചിയുടെ സ്വഭാവം അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ എന്താണ് നവ്യേച്ചിയുടെ മനസ്സിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേന്ന് ചോദിക്കാം. അപ്പോൾ ആദർശം പറയുന്നുണ്ട് അതെ, നമ്മളെ ആ സമയത്ത് സഹായിച്ചെങ്കിൽ അബിയെ സഹായിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നവ്യയുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ആ സരോവരം ഹോസ്പിറ്റലിൽ കഴിയുന്ന അനഘയും ചന്തുമോളെയും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതും ആയിരിക്കും ചിലപ്പം നവ്യയുടെ ലക്ഷ്യം എന്ന് പറയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട് പൂർണ്ണമായിട്ടും അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല.
പക്ഷേ എൻ്റെ വഴിക്ക് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. CCTVയിൽ കണ്ട പെൺകുട്ടിയും ഈ നമ്പറിലുള്ള പെൺകുട്ടിയും ആരാണെന്നുള്ള അറിയാം. അങ്ങനെ അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടിയോട് ചോദ്യം ചെയ്ത വിവരങ്ങളെല്ലാം പുറത്തു വരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ അബിക്ക് ചില സംശയങ്ങൾ തോന്നുകയാണ്. കാരണം നവ്യ നേരിട്ട് തന്നെ ചെന്ന് അബിയോട് ചോദിക്കുന്നുണ്ട്, അബി നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന അനഘയുടെ കാര്യത്തിൽ? നിന്റെ തലയിൽ എല്ലാവരും വെച്ച് കെട്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു DNA ടെസ്റ്റ് അങ്ങ് നടത്തിയേക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ നിനക്ക് പ്രശ്നമില്ലല്ലോ എന്ന് പറയാനാ. അത് കേൾക്കുമ്പോൾ അബിക്ക് ദേഷ്യം വരിക. അബി പറയാ, നീ ഇപ്പോൾ കുറച്ച് ദിവസം ആയല്ലോ ഈ DNA ടെസ്റ്റിൻ്റെ കാര്യം പറയുന്നു. ഇതൊരാവശ്യമില്ലാത്ത കാര്യമല്ലേ നവ്യേ, എന്തിനാ നീ എപ്പോഴും ഇത് എന്നോട് പറയുന്നതെന്ന് ചോദിക്കുക. അപ്പം നവ്യ പറയുന്നുണ്ട്, അതല്ല, നീ എപ്പോഴും എല്ലാവരുടെ മുമ്പിൽ തെറ്റുകാരനായിട്ട് ഇങ്ങനെ തല കുനിച്ച് നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നും. ഈ കാര്യത്തിലെങ്കിലും സത്യങ്ങളൊക്കെ തെളിഞ്ഞ് എല്ലാവരും സത്യാവസ്ഥ അറിയണം. ആ ആദർശിൻ്റെ പോയി മുഖം അഴിച്ചിടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നതെന്ന് പറയുക. അപ്പം അബി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും എനിക്ക് അഗ്നിശുദ്ധി വരുത്തേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നീ വിശ്വസിക്കുന്നുണ്ടോ? അത് മാത്രം മതി എനിക്ക്. അപ്പം നവ്യ പറയാം, എനിക്ക് നിന്നെ വിശ്വാസമാണ്. നീ പറയുന്നതിൽ കളങ്കമൊന്നുമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ മറ്റുള്ളവരെ നമുക്ക് ബോധ്യപ്പെടുത്തണ്ടേ അബി എന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയുന്നുണ്ട്, മറ്റുള്ളവരെ ഒന്നും ബോധ്യപ്പെടുത്താനായിട്ട് നീ നിൽക്കണ്ട എന്ന് പറയാണ്. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ നീ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിതേ അവളുണ്ടല്ലോ അനഘ, അവൾക്കിപ്പോൾ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെട്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൾ സംസാരിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അവൾ ഇവിടെ വന്ന് സത്യം പറഞ്ഞോളും. അപ്പോൾ ആദർശിൻ്റെ കാര്യമൊക്കെ പോക്കായിക്കോളും. അത് ഓർത്തൊന്നും നീ പേടിക്കാനായിട്ട് നിൽക്കണ്ടെന്ന് പറയുക. അപ്പം അത് കേൾക്കുമ്പോഴേക്കും അബിക്ക് ആകെ ടെൻഷനാകുക. അബി ചോദിക്കുക, എന്ത് അവിടെ സംസാരിക്കാനൊക്കെ തുടങ്ങിയെന്ന് ചോദിക്കുക. നവ്യ പറയുന്നുണ്ട്, ഇല്ല സംസാരിക്കാനൊന്നും തുടങ്ങിയില്ല. അല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നത് അവൾ സംസാരിക്കാൻ തുടങ്ങണേന്നാണ്. അപ്പം അത് കേൾക്ക് പിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സംസാരിക്കാൻ തുടങ്ങിയാലല്ലേ അവൾ നേരിട്ട് അനന്തപുരിയിൽ വന്ന് ഉള്ള സത്യങ്ങളെല്ലാം വിളിച്ചു പറയുള്ളൂ. അങ്ങനെ ആവുമ്പം ആദർശിൻ്റെ പൊയ്മുഖം അങ്ങ് വലിച്ചു കീറി കളയാലോ. എത്ര നാളെന്ന് വെച്ചാൽ അവനെ ഇങ്ങനെ എല്ലാവരും എടുത്ത് തലയെ വെക്കുന്നതെന്ന് കാണാം. എടാബി, നീ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചോ, അനഘ ഉടനെ തന്നെ നടക്കാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങണേന്ന് പറയുക. അത് കേൾക്കേണ്ട താമസം അബിയുടെ കിളി അങ്ങ് പോവാണേ. അബി മനസ്സിലോർക്കുക, ദൈവമേ ഇവളെന്താ പറഞ്ഞത്, ഇനിയിപ്പോൾ അനഘ ഉടനെ സംസാരിക്കാൻ തുടങ്ങുമോ? അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താവുമായിരിക്കും അവസ്ഥ? ഇവിടെ വന്ന് അവൾ സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞെങ്കിലോ എൻ്റെ കാര്യം പോക്കാകും. ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന അവളെന്നെ തല്ലിക്കൊല്ലും എന്നൊക്കെ വിചാരിക്കുക. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല, അനഘ എങ്ങനെയെങ്കിലും അപായപ്പെടുത്തണം എന്ന് വിചാരിക്കാം. ഉടനെ തന്നെ അബിയുടെ ആ കൊട്ടേഷൻ സുഹൃത്തുക്കളെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് അവരോട് പറയുക, എടാ നീയൊക്കെ ഇങ്ങനെ നടന്നോടോ. അനഘയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകാൻ നമുക്ക് ഇതുവരെ പറ്റിയില്ല. അവൾ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്തോ അവളെ കൊല്ലാനായിട്ട് നമുക്ക് സാധിച്ചില്ല. ഇപ്പോഴാണെങ്കിൽ അവൾ ഹോസ്പിറ്റലില്ല, ആ സരോവര ഹോസ്പിറ്റലിൽ. അവളുടെ നിലയൊക്കെ മെച്ചപ്പെട്ടു, നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വലിയ താമസമില്ലാതെ സംസാരിക്കാനും തുടങ്ങും എന്ന് പറയാണ്. അപ്പോഴേക്കും അവർ ചോദിക്കുക, ആണോ സാറേ, അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ സാറിൻ്റെ കാര്യം പോക്കാണല്ലോ എന്ന് പറയുമ്പോൾ, അതേടാ പോക്കാ, അതുകൊണ്ടല്ലേ നിന്നെയൊക്കെ ഞാനിപ്പോൾ വിളിച്ചത്. എത്ര റിസ്ക് എടുത്താണേലും അവളെ നമുക്ക് ഇല്ലായ്മ ചെയ്യണം. ഇനിയിപ്പം അവിടെ വെച്ചൊന്നും അവളെ കൊല്ലാൻ നമുക്ക് സാധിച്ചില്ലേലും എങ്ങനെയെങ്കിലും വാ പൊത്തിപ്പിടിച്ച് തട്ടിക്കൊണ്ടെങ്കിലും പോകണം. ആരും കാണാതെ ആ പരിപാടി നീയൊക്കെ ചെയ്താൽ നിനക്കൊക്കെ എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാനങ്ങ് തരാമെന്ന് പറയാം. അപ്പോൾ അവർ പറയുന്നുണ്ട്, അതൊക്കെ റിസ്ക് അല്ലേ, മുഴുവൻ CCTVയും സെക്യൂരിറ്റിയൊക്കെ ഉള്ളൊരു ഹോസ്പിറ്റലിൽ കയറി അനഘയെ തട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ വിചാരിച്ചാൽ നടക്കൂന്നേ എന്ന് പറയുകയാണ്. ശരി സാർ, ഞങ്ങളത് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വേണം, ഇന്ന് രാത്രി തന്നെ ആ സംഭവം നടത്താമെങ്കിൽ നടത്തണം എന്ന് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ നവ്യ കേൾക്കുന്നുണ്ട് കേട്ടോ. നവ്യ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അബിയെ. അപ്പം നവ്യ കേട്ട ഉടനെ നവ്യ മനസ്സിൽ വിചാരിക്കുക, ദൈവമേ അനഘയെ തട്ടിക്കൊണ്ടു പോകാൻ ഇവൻ പ്ലാൻ ഇടുന്നുണ്ട്, എങ്ങനെയെങ്കിലും അനഘയെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പം അബിയുടെ ഗുണ്ടകൾ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. രാത്രി സമയമാണ്, ഇരുട്ടത്ത് പതുങ്ങി CCTV ഉള്ള ഭാഗത്തു നിന്നൊക്കെ മാറി മുഖംമൂടിയൊക്കെ ധരിച്ചാൽ വരുന്ന ആളെ തിരിച്ചറിയാൻ പാടില്ലാതെ വന്ന് അനഘ കിടക്കുന്ന റൂമിൻ്റെ വെളിയിലെത്തും. അപ്പോൾ അനഘയെ നോക്കാൻ നിൽക്കുന്ന ചേച്ചിയും ഉണ്ട് അവിടെ. അപ്പോൾ ആ ചേച്ചിയെ പെട്ടെന്ന് എന്തോ ക്ലോറോഫോമോ മറ്റോ മണപ്പിച്ച് അവിടെ അങ്ങ് വീഴ്ത്തിയിട്ട് അനഘയുടെ വായും മൂക്കും ഒക്കെ പൊത്തിപ്പിടിച്ച് അനഘ എടുത്തിട്ട് അവർ പോവുക, വണ്ടിയിലേക്ക് എടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് കഴിയുമ്പം രാത്രിയിൽ അവിടുത്തെ സ്റ്റാഫ് വന്ന് നോക്കുമ്പോൾ ഇവരുടെ അനക്കമൊന്നുമില്ല. അപ്പോൾ ആ ചേച്ചിയാണെങ്കിൽ ബോധം കെട്ട് ഇങ്ങനെ കിടക്കുന്നു, അനഘയെ കാണുന്നുമില്ല. അവർ ഞെട്ടിപ്പോവാണ്, എന്താ സംഭവിച്ചത്, ആരാ ഇത് കൊണ്ടുപോയതെന്നൊക്കെ വെച്ച് അവർ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആദർശിനെയും നയനെയും വിളിച്ചിട്ട് പറയുകയാണ്. അവിടുത്തെ ഡോക്ടർ പറയുന്നുണ്ട്, ആദർശ് സാറെ എന്ത് പറ്റിയെന്ന് അറിയില്ല, എങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല, അനഘ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇല്ല എന്ന് പറയാണ്.
ചന്തുമോളുണ്ട്, അനഘ ആരോ അവിടുന്ന് തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്ന് പറയുക. അത് കേൾക്കുമ്പോൾ ആദർശം നയനയും ഞെട്ടിപ്പോവാണ്. അവർ രണ്ടും വിചാരിക്കും ഇതെങ്ങനെ സംഭവിച്ചു, ഇത്രയും സെക്യൂരിറ്റിയുടെ ഹോസ്പിറ്റലിൽ കയറി അനഘയെ തട്ടിക്കൊണ്ട് പോയി കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയതായിരിക്കും, ഇത് അബിയുടെ ആൾക്കാർ തന്നെയായിരിക്കും ചെയ്തത് എന്ന് അവർ മനസ്സിലാക്കുകയാണ്. അപ്പോൾ നവിയും ഈ വാർത്ത കേൾക്കുക. അപ്പോൾ നവിക്ക് മനസ്സിലാകുക ഇത് അബി തന്നെ ചെയ്തതാണ് എന്നുള്ള കാര്യം. ഇനിയിപ്പം ബാക്കി എങ്ങനെയെങ്കിലും അനഘയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നവിയെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അബിയെ പിന്തുടരുകയും എവിടെയാണ് അനഘയുള്ളതെന്ന് കണ്ടുപിടിക്കുകയും അവിടുന്ന് രക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ വരും. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്